2025-26 വർഷത്തിൽ മാത്രം 14,358 കോടി രൂപയാണ് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്നും കേന്ദ്രം ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിൽ കിഫ്ബി പെൻഷൻ കമ്പനി വായ്പകളുടെ പേരിൽ കിഴിവ് ചെയ്ത 4,711 കോടിയുടെ അവസാന ഗഡുവും ഉൾപ്പെടുന്നു. ഇത്തരം നടപടികൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം വായ്പാ സാധ്യതയെ ഗണ്യമായി പരിമിതപ്പെടുത്തി. മറ്റൊരു പ്രധാന വിഷയം ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. കേരളം ഇതിനകം തന്നെ ഈ ഫണ്ട് രൂപീകരിക്കുകയും 250 കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കുടിശ്ശിക ആരോപിക്കുകയും ചെയ്ത് 3,323 കോടി രൂപ കൂടി ഈ വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. റിസർവ് ബാങ്ക് 5 വർഷത്തെ കാലാവധി നൽകിയൊരു കാര്യത്തിന് ഇത്തരമൊരു വെട്ടിക്കുറക്കൽ നടത്തിയത് കേരളത്തിൻ്റെ വികസന മാതൃകയെ തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ്. CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി SPVകളുടെ ഓഫ് ബജറ്റ് വായ്പകളുടെ പേരിൽ 5,944 കോടി രൂപ കൂടി അധികമായി വെട്ടിക്കുറക്കാനുള്ള നീക്കവും ഇതേ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിലേക്ക് വായ്പയെടുക്കുന്നതിനായി 12,516 കോടി രൂപക്കാണ് അപേക്ഷ നൽകിയത്. പക്ഷേ അതിൽ നിന്നും വെറും 5,636 കോടി രൂപക്ക് മാത്രമാണ് കേന്ദ്രം അനുമതി നൽകിയത്. ഇത് സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ദേശീയപാത വികസനത്തിൽ കേരളം കാണിച്ച മാതൃകാപരമായ സമീപനത്തോടുള്ള കേന്ദ്രത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നും ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. സ്ഥലമേറ്റെടുപ്പ് തുകയുടെ 25% വഹിക്കാൻ തയ്യാറായ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിനായി അംഗീകരിച്ച 6,769 കോടിയിൽ ഇതിനകം നാം കൈമാറിയത് 5,580 കോടി രൂപയാണ്. വികസനത്തോടുള്ള നമ്മുടെ ഈ സന്നദ്ധതയെ അംഗീകരിക്കുന്നതിന് പകരം ആ തുകയെയും നമ്മുടെ സാധാരണ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി ശിക്ഷിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത്. നമ്മുടെ ഈ നിക്ഷേപത്തെ വായ്പയായി കണ്ട് വെട്ടിക്കുറക്കുന്നത് സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കണക്കെടുപ്പിൽ പോലും അപാകതകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കുകയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നടത്തുന്ന ഈ കണക്കെടുപ്പിലൂടെ 4,250 കോടി രൂപയുടെ അധിക വായ്പയ്ക്കുള്ള അർഹത കേരളത്തിന് നിഷേധിക്കപ്പെടുകയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത രീതിശാസ്ത്രം പ്രകാരം കേരളത്തിൻ്റെ NBC നെറ്റ് ബോറോയിങ് സീലിംഗ് 44,126 കോടി രൂപയാണ്. കേന്ദ്രം അത് 39,876 കോടിയായി പരിമിതപ്പെടുത്തി. ഇതിനു പുറമെ 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 1,877 കോടി 58 ലക്ഷം രൂപയുടെ അധിക വായ്പ അന്തിമ GSDP കണക്കുകൾ വരുന്നതിന് മുൻപേ തന്നെ 2024-25 പരിധിയിൽ നിന്നും ക്രമീകരിച്ചു. ഇത്തരത്തിൽ ഓരോ ഇനത്തിലും തുക വെട്ടിക്കുറക്കുമ്പോൾ കേരളം നേരിടുന്നത് ഒരു കൃത്യമായ സാമ്പത്തിക ഉപരോധമാണ്. കേന്ദ്രത്തിൻ്റെ ഈ നയം മൂലം മൊത്തത്തിൽ 1,07,513 കോടി രൂപയുടെ വിഭവ നഷ്ടമാണ് കേരളത്തിന് സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത്.
കേരളത്തിൻ്റെ ലോട്ടറി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ജീവിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന അനേകായിരങ്ങളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു ജീവനോപാധിയുമില്ലാത്ത ഭിന്നശേഷിക്കാരായ പാവങ്ങളുടെ ജീവിതമാർഗമായ ആ ലോട്ടറിയെ അനധികൃത ചരക്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി 40% നികുതി ചുമത്തിയത് എന്തു പറഞ്ഞാണ് യൂണിയൻ സർക്കാരിന് ന്യായീകരിക്കാനാവുക? ഏറ്റവും സുതാര്യമായി നടക്കുന്ന കേരള സംസ്ഥാന ലോട്ടറിയെപ്പോലും ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഏത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്? ഇത്രയേറെ സാമ്പത്തിക പ്രയാസങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടും സംസ്ഥാന സർക്കാർ പതറാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും 4,71,000 പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പ്രതിജ്ഞാബദ്ധമായ നീക്കമാണ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി ഉയർത്തിയത് 60 ലക്ഷം പേർക്കാണ് ആശ്വാസകരമാകുന്നത്. UDF കാലത്ത് വെറും 34 ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം ഇന്ന് 60 ലക്ഷമായി ഉയർന്നു. അന്ന് 600 രൂപയാണ് പെൻഷൻ തുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സാധാരണക്കാരോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിൻ്റെ അടയാളമാണിതൊക്കെ. എന്നാൽ ഈ സാമ്പത്തിക വരിഞ്ഞുമുറുക്കൽ നമ്മുടെ കുതിപ്പിൻ്റെ വേഗത കുറക്കാൻ കാരണമാകുന്നുണ്ട്. അർഹമായ പണം കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് മൂലം നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ, ഇതിലെല്ലാമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും റോഡ് നവീകരണത്തിനുമെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ച് ഉയരേണ്ടതുണ്ട്.